നമസ്കാരം. ഒരു ദളിത് യുവതിയെ കള്ളക്കേസിൽ കുടുക്കിയ ഒരു സംഭവം ദൂരെയുമല്ല, നമ്മുടെ തിരുവനന്തപുരം പേരൂർക്കടയിലാണ്. ബിന്ദു, എന്താണ് ബിന്ദു ശരിക്കും സംഭവിച്ചത്? സംഭവിച്ചത്, ഞാൻ വീട്ടു ജോലിക്ക് അവിടെയുള്ളൊരു ജോലിക്ക് പോയിട്ട് അവിടെ നിൽക്കായിരുന്നു, ബസ് കാത്ത് നിൽക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൾ വന്നത്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നു. അപ്പോൾ ഞാൻ ആദ്യം എടുത്തില്ല, രണ്ടാമത് വിളിച്ച് എടുത്തു. എവിടെ നിന്ന് ചോദിച്ചപ്പോൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞു. ബിന്ദു ഇത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ബിന്ദു ഇവിടെ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഓമന ഡാനിയൽ. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, പെട്ടെന്ന് ഓട്ടോ വിളിച്ച് ഇവിടെ വരെ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ പറഞ്ഞു ഓട്ടോ വിളിച്ച് വരാൻ ഈ പോലീസുകാർ എന്നോട് പറഞ്ഞു. ഞാൻ ഓട്ടോ വിളിച്ച് പ്രകാരം അവിടെ ഓടിപ്പോയി. ഇതിനു മുമ്പ് ഞാൻ ഈ ഓമനാളുടെ മകളെ വിളിച്ചു, നിഷെ. എന്താണ് ചേച്ചി പ്രശ്നം ചോദിച്ചപ്പോൾ പറഞ്ഞു, ബിന്ദു ഒരു 3 ദിവസത്തെ പൈസയുമായി എൻ്റെ മമ്മി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേച്ചി അതെന്തിനും, ഞാൻ ചേച്ചിയുടെ വീട്ടിലല്ലേ ജോലിക്ക് വന്നില്ല, അതെനിക്ക് അറിയത്തില്ല, ബിന്ദു ഓടിച്ചെല്ലെന്നാണ് ഈ നിഷ എന്നോട് പറഞ്ഞത്. അത് പ്രകാരം ഞാൻ ഓടി അവിടെ ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ഓമന ഡാനിയലും മകളും SIയുടെ അടുത്തിരിക്കുക. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചു. ഞാൻ അതിനകത്ത് കയറി ചെന്നു. SIയോട് ചോദിച്ചു, എന്താണ് സാറെന്ന് ചോദിച്ചപ്പോൾ ഇവരെ മാല കണ്ടില്ല. എന്നിട്ട് ഞാൻ ഈ മേഡത്തിനോട് ചോദിച്ചു, മേഡം എന്താണ് അത്, എൻ്റെ മാല കണ്ടില്ല, ബിന്ദുവാണ് അവിടെ ജോലിക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മേഡം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ മാല എടുത്തിട്ടില്ല. SIയോടും ഈ മേഡത്തിനോട് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവർ വേറൊരു വനിതയെ വിളിച്ചു. എന്നെ റൂമിൽ കൊണ്ട് എൻ്റെ ടോപ്പും എല്ലാം മാറ്റി എന്നെ പരിശോധിച്ചിട്ട് വീണ്ടും വെളിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് വേറൊരു വനിതയുമായി റൂമിൽ കൊണ്ടുപോയി എന്നെ പരിശോധിച്ചു. എന്നിട്ട് വീണ്ടും എന്നെ വെളിയിൽ കൊണ്ടുവന്നിട്ട് CA അവിടുത്തെ കൊണ്ടുപോയി എല്ലാവരും എന്നെ ചോദ്യം ചെയ്തു. ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചു. ഞാൻ മാല എടുത്തിട്ടില്ല എന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടും അവരത് ചെയ്യിക്കൊള്ളാൻ തയ്യാറായില്ല. അവരെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ മാല എടുത്തിട്ടില്ല. എന്നിട്ടും അവരെന്നെ വീണ്ടും അവരെന്നോട് ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴീ ഓമനയുടെ മകളും അവിടെ ഇരിക്കുക. എന്നിട്ട് ഒരു 8 കൂടി ഈ ഓമന ഡാലിയലിൻ്റെ പ്രകാരം എന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇതിനു മുമ്പ് എൻ്റെ ചേട്ടനും എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എവിടെയാണെന്ന് അറിയാതെ. എപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഒരു കോള് എൻ്റെ ചേട്ടന് ചെയ്യാൻ പറഞ്ഞു, ഞാനിവിടെയാണ് എന്ന്. എന്നിട്ട് അവർ വിളിച്ച് പറഞ്ഞില്ല. അത് ഈ ഓമനാടയാളിൻ്റെ പ്രകാരമാണ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. ഇവിടെയൊക്കെ പരിശോധിച്ചിട്ടൊന്നും മാല കിട്ടിയില്ല. അതുപ്രകാരം എന്നെ തിരിച്ച് കൊണ്ടുപോയി. എൻ്റെ ചേട്ടനെയും തിരിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ സമയത്താണ് എൻ്റെ ചേട്ടനും, ഞാൻ കാറിൽ പോയി, എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയുടെ മക്കൾ ഓട്ടോയിലും വന്നു. കാറിൽ കയറിയ സമയത്താണ് എന്നൊരു പോലീസുകാർ ഭയങ്കരമായിട്ട് എന്നെ ചീത്ത വിളിച്ചു. അവിടെ നിന്ന് അറ്റം വരെ എന്നെ ചീത്ത വിളിച്ചു. ഞാൻ കേട്ടിട്ട് കൂടിയില്ല അങ്ങനത്തെ ഭാഷകളാണ്. അങ്ങനെ എന്നെ ചീത്ത വിളിച്ചു. എന്നിട്ട് അവിടെ ചെന്നറി 9:30 കൂടി ഞാൻ അവിടെ സ്റ്റേഷനിലെത്തി. അപ്പോഴെന്നെ എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയുടെ മക്കളും അവിടെ വന്നു. പക്ഷെ അവരെ കാണാനോ സംസാരിക്കാനോ ഈ പോലീസുകാർ അനുവദിച്ചില്ല. അപ്പോൾ തന്നെ എന്നിട്ട് ഈ 4 പോലീസുമാർ കൂടി എന്നെ റൂമിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. ഈ ചീത്ത പറഞ്ഞ പോലീസാണ് എന്നെ കയ്യോങ്ങി അടിക്കാൻ വന്നത്. എന്നിട്ട് എന്നെ ഇനി വെളിയിൽ കൊണ്ടുവന്നിട്ട് ഈ പോലീസുകാർ അപ്പോഴതിനെ പോവുകയും ചെയ്തു. പിന്നെ ഞാൻ പോകുന്ന സമയം വരെ ഈ പോലീസുകാർ സ്റ്റേഷനിൽ വന്നിട്ടില്ല. എന്നിട്ട് പിന്നെയാണ് CA എന്ന് പറഞ്ഞ ഒരു പ്രസന്നൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ വേദന. ഭയങ്കരമായിട്ട് എന്നെ ചോദ്യം ചെയ്യും. ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചത് ഈ പ്രശ്നം എന്ന് പറയുന്ന ഒരു CA എന്നാണ് പറഞ്ഞത്, എനിക്കറിയത്തില്ല. ആഹാരവും
വെള്ളവും എനിക്ക് അവിടെ നിന്ന് തന്നിട്ടില്ല. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാനാണ് ഈ പ്രസിഡന്റ് പറഞ്ഞ സാർ എന്നോട് പറഞ്ഞത്. ഞാൻ ബാത്റൂമിൽ പോയി, എങ്കിലും ഞാൻ വെള്ളം കുടിച്ചില്ല. എന്നിട്ട് തിരിച്ച് ഇനി വെളിയിൽ വന്ന് അവിടെ ഇരുന്നു 3:30 വരെ എന്നെ ചോദ്യം ചെയ്തു. ഉറങ്ങാനൊന്നും എന്നെ സമ്മതിച്ചില്ല. SIക്ക് എന്തായാലും സസ്പെൻഷൻ ആയിട്ടുണ്ട്. അതൊരു രക്ഷപ്പെടൽ മാത്രമാണ്. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് ഈ ദളിത് യുവതി വീട്ടു ജോലി കഴിഞ്ഞ് തിരികെ തൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ, അവരുടെ വീടെന്ന് പറയുന്നത് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് പനവൂർ സ്വദേശി എന്നാണ് അറിയപ്പെടുന്നത്. തിരികെ അവിടേക്ക് പോകുന്ന വഴിയിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വിളി വന്നത്. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഇവർ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴാണ് SIയുടെ അടുത്ത് താൻ ജോലിക്ക് പോയ വീട്ടുടമസ്ഥയും ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടത്. അവിടെ ചെന്നപ്പോൾ ഈ യുവതിയോട് ചോദിച്ചു, പോലീസ് ചോദ്യം ചെയ്തു, വീട്ടുടമസ്ഥയുടെ 2.5 പവൻ സ്വർണമാല മോഷണം പോയതിനാണ് നിങ്ങളെ വിളിപ്പിച്ചത്, നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യുവതി കാല് പിടിച്ച് പറഞ്ഞു, ഞാൻ മോഷണം നടത്തിയിട്ടില്ല എന്ന്. ഞാൻ ആ മാല എടുത്തിട്ടില്ല എന്ന് 1000 പ്രാവശ്യമെങ്കിലും അവർ കാല് പിടിച്ചു അപേക്ഷിച്ചു പോലീസിനോട്. അവർ ഇതൊന്നും കൂട്ടാക്കാൻ നിന്നില്ല. അന്ന് രാത്രി മുഴുവൻ സ്റ്റേഷനിലിട്ട് ചോദ്യം ചെയ്യുകയായിരുന്നു. വളരെ ക്രൂരമായ തരത്തിലുള്ള ചോദ്യമായിരുന്നു. ദൃശ്യം സിനിമയിൽ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത് അതിനേക്കാൾ വളരെ ക്രൂരമായ രീതിയിലുള്ള പോലീസുകാരുടെ ചോദ്യം ചെയ്യലിന് ഇരയായ ഈ ബിന്ദു രാത്രി മുഴുവനും പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നു. വീട്ടുകാരെ വിവരമറിയിക്കാൻ പോലും പോലീസുകാർ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. പിറ്റേന്നാണ് ഈ ജോലി ചെയ്ത വീട്ടുകാർ സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുന്നത് മോഷണം പോയ സ്വർണമാല തിരികെ കിട്ടിയെന്ന്. അതിനുശേഷമാണ് ഈ യുവതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകാൻ അനുവദിച്ചത്. ഈ ബിന്ദു അമ്പലമുക്കിലെ വീട്ടിൽ ജോലിക്ക് നിന്നപ്പോഴാണ് വീട്ടുകാർ മാല മോഷണം പോയി എന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകുന്നത്. തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബിന്ദുവിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചതും ബിന്ദുവിന് ഇത്തരത്തിലുള്ള ഒരു മാനസിക പീഡനം നേരിടേണ്ടി വന്നതും. ഈ ദളിത് യുവതിയുടെ അപേക്ഷ പോലീസുകാർ കണ്ടില്ലെന്നല്ല, അവരുടെ പെൺമക്കളെയും കേസിൽ കൊടുക്കുമെന്ന് ആരോപിച്ചു. അവര് ഭീഷണിപ്പെടുത്തി. പോലീസുകാർക്ക് ഇവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ ദളിത് യുവതി വ്യക്തമാക്കുന്നത്. മണിക്കൂറുകൾ പോലീസ് സ്റ്റേഷനിൽ കഴിയുന്നതിന് ഇടെ വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിലെ വെള്ളം കുടിക്കാനാണ് പോലീസുകാർ പറഞ്ഞത്. വളരെ നീചമായ പ്രവൃത്തിയല്ലേ അത്? ഈ കാലത്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ ആരെങ്കിലും കക്കൂസിലെ വെള്ളം കുടിക്കാനായി പറയുമോ? അത് ഏത് പോലീസുകാരനാണ് പറഞ്ഞത്? ആ പോലീസുകാരനെ തീർച്ചയായും സസ്പെൻഷൻ കൊടുക്കുക തന്നെ വേണം എന്ന് നമുക്ക് ആശിക്കാം. പക്ഷെ അതൊന്നും നടക്കില്ല. ഇങ്ങനെ ശുചിമുറിയിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഈ ബിന്ദുവിന്റെയും അഭിപ്രായത്തെ മാനിച്ച് ഇവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പരാതി കൊടുത്തിരുന്നു. അവിടെ നിന്നും ഇവർക്ക് കിട്ടിയ അനുഭവം നല്ല അനുഭവമല്ല. കാരണം ഒരു ദളിത് യുവതിയല്ലേ, ഒരു നല്ല ഡ്രസ്സൊക്കെ പോയി ഇട്ട് നല്ലൊരു വീട്ടിലെ ആളാണെങ്കിൽ അവിടെ സ്വീകരിച്ചിരുത്തി ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് പരാതി എന്താണെന്ന് പരിശോധിച്ച് വല്ല എന്തെങ്കിലും അതിൽ നിന്ന് തടയുമെന്നൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉണ്ടായ അനുഭവം ഇവർക്ക് അത്ര നല്ലതല്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധു പോകുന്നത് ആദ്യമായിട്ടാണ് പോകുന്നത്. അവരൊരു അഭിഭാഷകനുമായാണ് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ പരാതി വായിച്ചു പോലും നോക്കാതെ അവിടെ ഉണ്ടായിരുന്ന സാർ പോലീസ് വിളിപ്പിക്കുമെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തു. ആ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പി ശശിയാണ് എന്നാണ് ഈ പരാതി നൽകിയ ബിന്ദു പറയുന്നത്.
ഈ പി ശശി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രമുഖ നടനാണ്. നമുക്കറിയാം, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുക്കാൻ ചെല്ലണമെങ്കിൽ, അവിടെ പ്രവേശനം ലഭിക്കണമെങ്കിൽ പലയിടത്തു നിന്നും പല രീതിയിലുള്ള അനുമതികളും വാങ്ങേണ്ടതുണ്ട്. അങ്ങനെയുള്ള അനുമതികളെല്ലാം വാങ്ങി അതിനുശേഷമാണ് ഈ ബിന്ദു എന്ന് പറയുന്ന ഈ യുവതി, ദളിത് യുവതി, ഒരു അഭിഭാഷകനുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ നമുക്കറിയാം, അത്രയധികം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് പലയിടത്തു നിന്നും മുൻകൂർ അനുമതികൾ വാങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ ബിന്ദു പരാതി നൽകാനായി അഭിഭാഷകനുമായി എത്തുന്നത്. അത്തരത്തിൽ മുൻകൂർ അനുമതികൾ വാങ്ങി പരാതി നൽകാൻ പോയ ഈ ദളിത് യുവതിക്കാണ്, അഭിഭാഷകനൊപ്പം പോയ ഈ ദളിത് യുവതിക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കാണ് ഈ പരാതി ഈ ദളിത് സ്ത്രീ കൈമാറിയത്. അത് വായിച്ചു പോലും നോക്കാൻ കൂട്ടാക്കാതെ അവിടെ ഉണ്ടായിരുന്ന മേശപ്പുറത്ത് ഇടുകയായിരുന്നു എന്നാണ് ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ നിന്നും ഇത്രയധികം ഒരു ദുരനുഭവം ഒരു ദളിത് യുവതിക്ക് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അതിനെതിരെ നടപടി എടുത്തേ പറ്റൂ എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാം. നടപടി എടുക്കുമോ? നടപടി ഉണ്ടാകണം തീർച്ചയായും. ഒരു ദളിത് യുവതിയെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അടുത്ത് പരാതിയുമായി എത്തണമെങ്കിൽ അതിനു മുമ്പ് എത്ര പേരുടെയും നമ്മൾ കൺസെന്റ് എടുക്കേണ്ടതുണ്ടെന്നും അതിന്റെ ചിലവുകളും മറ്റും നമുക്കറിയാവുന്നതാണ്. അതപ്പോൾ ഇവരെ പോലുള്ള ഈ ദളിത് യുവതികൾക്ക് വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാത്ത ഘട്ടത്തിലാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അവർക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അവർ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു ഓട്ടോ വിളിച്ചു വരാണ്. അപ്പോൾ ഓട്ടോ കൂലി ഇല്ലെന്ന് പറഞ്ഞു. ഓട്ടോ കൂലി ഇവിടുന്ന് കൊടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവർ ആ ജോലി ചെയ്തിട്ട് വന്ന വീട്ടുകാരെ വിളിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടുടമസ്ഥ മകൾ പറഞ്ഞത്, അമ്മ നിങ്ങൾക്ക് 3 ദിവസത്തെ കൂലിയുമായി സ്റ്റേഷനിൽ നിൽപ്പുണ്ട്, പെട്ടെന്ന് സ്റ്റേഷനിൽ ചെന്ന് കൂലി വാങ്ങണം എന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്കറിയില്ല, അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് സ്റ്റേഷനിലെത്തുകയായിരുന്നു. അങ്ങനെ സ്റ്റേഷനിലെത്തിയ ഈ ദളിത് യുവതിക്കാണ് ഈ സ്റ്റേഷനിൽ നിന്നും ഒരു പീഡനം ഉണ്ടായത്. അതായത് വനിതാ പോലീസ് അടക്കം ഇവരെ വിവസ്ത്രയാക്കി പരിശോധിച്ചു എന്നാണ് പറയുന്നത്. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിലെ വെള്ളം കുടിക്കാനും പറഞ്ഞു. ഒരു ദളിത് സ്ത്രീയെ വിവസ്ത്രയാക്കി വസ്ത്രങ്ങൾ അഴിച്ച് പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഗുരുതരമായ ഒരു കേസിൽ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളൂ. ഇവരുടെ മേൽ കെട്ടിവെക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഇവർ കേൾക്കേണ്ടി വന്നത്. പോലീസുകാരെല്ലാവരും ചേർന്ന് കുറ്റം കെട്ടിവെക്കാനുള്ള ശ്രമത്തിൽ തന്നെയായിരുന്നു. അടിച്ചേൽപ്പിക്കുക എന്ന് പറയാം കുറ്റം. അപ്പോൾ അങ്ങനെയുള്ള ദുരനുഭവമാണ് സ്റ്റേഷനിൽ നിന്നും ഈ സ്ത്രീക്ക് കിട്ടിയത്. ഈ സാഹചര്യത്തിൽ പോലീസിനെതിരെ പരാതി കൊടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ദളിത് യുവതി എത്തിയത്. പോലീസിന്റെ ക്രൂരതയ്ക്ക് എതിരെയാണ് ഇവർ പരാതിപ്പെട്ടത്. ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ പരാതി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി വായിച്ചു പോലും നോക്കാൻ കൂട്ടാക്കിയില്ല ഈ ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി വീട്ടുകാർ ചെയ്ത പണിക്ക് ജോലി ചെയ്ത ഈ വീട്ടുകാർക്കെതിരെയും കേസെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ശശി പറയുകയാണ് ഉണ്ടായത്, അത് കോടതിയിൽ നിങ്ങൾ ബോധിപ്പിക്കൂ, കോടതിയാണ് അത് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം ഇവരോട് പറഞ്ഞത്. തീർച്ചയായും ഇവരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച ഈ വീട്ടുകാർക്കെതിരെയും കേസെടുക്കേണ്ടതാണ്.
സ്വർണ്ണമാലകളൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് വീട്ടിൽ വരുന്ന ജോലിക്കാരെ എടുത്തെന്നങ്ങ് പറയുന്നതിൽ വളരെ എളുപ്പമുള്ള കാര്യമല്ലേ? എന്തെങ്കിലും ഒരു സാധനം കണ്ടില്ലെങ്കിൽ ഉടൻ തന്നെ വീട്ടിൽ വരുന്ന ജോലിക്കാരെയാണ് കുറ്റപ്പെടുത്തുകയും ആദ്യം ചോദ്യം ചെയ്യുകയും എല്ലാം, എന്നിട്ട് മാത്രമേ അവർ വീട്ടിനുള്ളിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അന്വേഷിച്ച് നോക്കുകയുള്ളൂ. അന്വേഷിക്കാനുള്ള സാവകാശം അവർക്കില്ല. അതാണ് ഇവരെയൊക്കെ ഇങ്ങനെയുള്ള ഈ കുറ്റകൃത്യങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള സമീപനങ്ങൾ ഈ വലിയ വലിയ വീട്ടുകാർക്ക് അവരുടെ വീടുകളിൽ ജോലിക്ക് എത്തുന്ന ചെറിയ ചെറിയ ആൾക്കാരെ പോലുള്ളവർക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളാണ് ഇതെല്ലാം. കാരണം വീട്ടിൽ ഉള്ള സാധനങ്ങൾ എവിടെയെങ്കിലും സ്ഥലം മാറിയിരുന്നാൽ, അല്ലെങ്കിൽ വെക്കുന്നിടത്ത് അവർ വെച്ച സ്ഥലം ഒന്ന് മറന്നുപോയാൽ ഉടൻ തന്നെ വീട്ടിൽ എത്തുന്ന ജോലിക്കാരെയാണ് സംശയിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സംശയമാണ് ഇവർക്കുണ്ടായത്. അപ്പോൾ ആ വീട്ടുകാർക്കെതിരെയും തീർച്ചയായും കേസെടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം ആ ദളിത് സ്ത്രീക്ക് ഉണ്ടാകട്ടെ. ഈ സ്ത്രീയെ സ്റ്റേഷനിൽ വെച്ച് അപമാനിച്ച കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച ആ SIയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നറിയുന്നു. അതിൽ ചെറിയൊരു ആശ്വാസമുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ ഈ ദളിത് ആളുകളുടെ മുകളിൽ കള്ളക്കുറ്റങ്ങൾ ചാർത്താതിരിക്കട്ടെ. അവര് ജോലി ചെയ്ത് ജീവിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. ജോലി ആവശ്യമെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ജോലി ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ച് ജോലി കൊടുക്കുക. 2-3 ദിവസം മാത്രമേ ആ സ്ത്രീ അവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്നുള്ളൂ. അതിനിടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള സ്ത്രീകളൊന്നും മോഷണം ഒരു കലയായി കൊണ്ടു നടക്കുന്ന കൂട്ടത്തിലായിരിക്കില്ല. ഇവരൊക്കെ പല വീടുകളിലും ജോലി ചെയ്യേണ്ടതാണ്, ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. ആ ജോലി ചെയ്ത് ജീവിക്കുന്നവരെ തീർച്ചയായും അപമാനിക്കാതിരിക്കുക, പോലീസിന്റെ ഭാഗത്ത് നിന്നും അപമാനം ഉണ്ടാകാതിരിക്കുക, കുറ്റങ്ങൾ അവരുടെ മേൽ കെട്ടിവെക്കുന്നതും ആ പരിപാടിയും പോലീസ് അവസാനിപ്പിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പാവങ്ങളെ തീർച്ചയായും കള്ളക്കേസിൽ കുടുക്കി ജയിലിലേക്ക് വിടേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു സംഭവത്തിൽ ഈ വീട്ടുകാർ മാല തിരിച്ചു കിട്ടി എന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഈ യുവതി തീർച്ചയായും ജയിലിൽ തന്നെ പോകുമായിരുന്നു. കള്ളി എന്നുള്ളൊരു പേരും തനിക്ക് വീഴുമായിരുന്നു. ഇനി ഒരിടത്തും മറ്റൊരു വീടുകളിലേക്കും പോയി ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആ സാഹചര്യവും ഇവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. എന്തായാലും അതിനൊന്നും നിൽക്കാതെ ഈ വീട്ടുകാർ മാല തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞത് വളരെയധികം നല്ല കാര്യമാണ്. ചില വീട്ടുകാരാണെങ്കിൽ തിരിച്ചു കിട്ടിയാലും അത് മൂടിവെക്കും. തങ്ങൾക്കുണ്ടായ നാണക്കേടിനെ വെളിയിൽ അറിയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മൂടി വെക്കുന്നതാണ്. എന്തായാലും ഇവർക്ക് ആ ഒരു ദുരനുഭവത്തിൽ നിന്ന് ഒഴിവായതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനിയും നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് വെറുതെ ആശിക്കാം. അത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിനൊന്നും ഒരു അവസാനവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നമസ്കാരം.